രാവിലെ ഒരു മൂഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വേറെ മൂഡ് എന്ന അവസ്ഥയിൽ. അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് സറൗണ്ടിങ്ങും കൂടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആകണമെന്നില്ല. ഒരു സാഹചര്യം ഇല്ലെങ്കിൽ കൂടി നമ്മുടെ മൂഡ് ഒരു പോളിൽ നിന്ന് വേറെ പോളിലേക്ക് സ്വിങ് ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് സ്ത്രീകളിലാണ് കൂടുതലെന്ന് പലരും പറയാറുണ്ട്. സ്ത്രീകൾ കുറച്ചും കൂടി ഇമോഷണലി അവെയറാണ്. എന്താണ് നമ്മുടെ മൂഡ്, എന്താണ് നമ്മുടെ വികാരം, ഇമോഷൻ എന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാളും കൂടുതലാണ്. അപ്പോൾ അതിന് ലേബിളിംഗ് എന്നും കൂടെ പറയും. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് വിഷമാണെന്ന് പറഞ്ഞാൽ അത് വിഷമമാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി കൂടുതലും സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്ക് എന്താ ഇവിടെ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാത്തിനെയും ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ടയേർഡ്നെസ് എന്നുള്ളതിലോട്ട് ലേബിൾ ചെയ്യുന്നു. അടുത്തൊരു പോയിന്റ് നമ്മുടെ സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പം പൊതുവേ നമ്മൾക്കറിയാം സ്ത്രീകളാണ് ഇമോഷണലി കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നവർ. പുരുഷന്മാർ കരയുന്നത് അല്ലെങ്കിൽ അവരുടെ വിഷമം എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്കറിയാം, അതൊരു അത്ര നന്നായിട്ടല്ല. അതെ, പ്രശ്നമായിട്ടാണ്. സ്ത്രീയും പുരുഷനും ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് അവരുടെ ഹോർമോണൽ വ്യത്യസ്തങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവൽ. അപ്പം നമ്മൾ ഓരോ സ്ത്രീയും സത്യത്തിൽ ഓരോ മാസവും ഈ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിൻ്റെ സ്വിങ്ങിലാണ്. അപ്പം പ്രൊജസ്ട്രോൺ ഒരു അവയവത്ത് കൂടുന്നു, ഈസ്ട്രോജൻ കൂടുന്നു, മറ്റേത് കുറയുന്നു, ഇത് കുറയുന്നു. അതനുസരിച്ചും നമ്മൾക്ക് ഓൾറെഡി ഒരു മൂഡ് ചേഞ്ച് ഉണ്ട്. അപ്പം ഈസ്ട്രോജൻ കുറച്ചും കൂടി ഒരു ഹാപ്പി ഹോർമോൺ ആണെങ്കിൽ പ്രൊജസ്ട്രോൺ അങ്ങനെയല്ല. അപ്പം അതിൻ്റെ ഒരു ബാലൻസും ഇടയ്ക്കിടയ്ക്ക് മാറുമ്പോഴും ത്രൂ ഔട്ട് 28 ഡേ സൈക്കിൾ അല്ലെങ്കിൽ ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ അതിനും ചേഞ്ച് ഉണ്ട്.